ഹീറോയോടും അവന്റെ പാരന്റ്സ് ഇനി ഒരു പ്രശ്നത്തിന് പോകരുതെന്ന് പറഞ്ഞാണ് പുതിയൊരു സ്കൂളിലാക്കി പോകുന്നത്. എന്നാൽ സാറുമാര് പോലും പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരായിരുന്നു അവിടെ. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവനെ കണ്ടതും സീനിയേഴ്സ് തന്നെ പേടിക്കാൻ തുടങ്ങി. കാരണം ഇവന്റെ പഴയ കഥകളെല്ലാം ആ സ്കൂളിലെ പലർക്കും അറിയാമായിരുന്നു. ക്ലാസ്സിലെത്തിയതും അത്ര നേരെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവന്മാരൊക്കെ സൈലന്റ് ആയി. ഹീറോ ഡെസ്കിൽ കിടന്നതും ഏതോ ഒരുത്തം വന്ന് അറിയാതെ ബാഗുമായിട്ട് തലക്കടിച്ചു. അറിയാതെ പറ്റിയതാണ്, സോറി എന്ന് പറഞ്ഞു. അവന്റെ പേരാണ് ജൂൻടെ. അവന് ഈ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ആളെ ബുള്ളി ചെയ്ത് പേടിപ്പിച്ച് എന്നു രാവിലെ വരുമ്പോൾ ബുള്ളികൾക്കെല്ലാം കൂൾ ഡ്രിങ്ക്സും സ്നാക്സും വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നിന്നെ സേവ് ചെയ്തോളാം എന്നാണ് ബുള്ളി പയ്യന്മാര് പറയുന്നത്. എന്നാൽ മെയിൻ ഒരുത്തനുണ്ട്. അവൻ ജൂൻടെയെ ഭീഷണിപ്പെടുത്തി ക്ലാസ് റപ്പായ അവനെ കൊണ്ട് ബാക്കി പിള്ളേരുടെ ഫോൺ സ്റ്റോറിൽ വെക്കുമ്പോൾ അവനോട് അത് അടിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ ഫോണ് അതേപോലെ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ അവന്റെ പഴയ കഥകളൊക്കെ പറഞ്ഞതും മെയിൻ ബുള്ളിക്ക് വാശിയായി. നീ ഫോൺ എടുത്തോണ്ട് വന്നില്ലെങ്കിൽ നിന്നെ സ്കൂളിന്റെ മുകളിൽ നിന്ന് തള്ളിയിടുമെന്ന് പറഞ്ഞു. അതോടെ ജൂൻടെ ഹീറോയുടെ ഫോൺ ആരും അറിയാതെ മോഷ്ടിച്ചു. ഹീറോ അത് എവിടെയാണെന്ന് പോലും ചോദിച്ചിട്ട് പറഞ്ഞില്ല. പക്ഷെ അവന്റെ മുഖത്ത് അടികൊണ്ട പാടൊക്കെ കണ്ടതും അവനും കാര്യം മനസ്സിലായി. ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ഹീറോക്ക് ആൻസോയെ കുറിച്ച് ഓർത്ത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഉറക്ക ഗുളിക കുടിച്ചിട്ട് പോലും കാര്യമില്ല. എന്നും അവനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകും. പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നപ്പോൾ ജൂൻടെയെ മറ്റേ ആ മെയിൻ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കാണുമ്പോഴെല്ലാം ഹീറോക്ക് ബിയോൺസോക്കിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ആളെ മോഡ് തന്നെ മാറി. അവനെ പഞ്ഞിക്കിടാൻ തുടങ്ങി. അടിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ഇതൊക്കെ ഹീറോ ചിന്തിച്ചു കൂട്ടിയ കാര്യമായിരുന്നു. അവരോട് വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. പിന്നാലെ തന്നെ ജൂൻടെ വന്ന് രക്ഷിച്ചതിന് നന്ദി. നിന്നെ പോലെയാകാൻ, ഇത്ര ധൈര്യമുള്ളവനാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് ഹീറോയും ന്യൂട്ടന്റെ ഒരു തേർഡ് ലോ ഉണ്ട്, ഒരു ആക്ഷനും ഇല്ലാതെ ഒരു റിയാക്ഷനും ഉണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. അതോടെ ജൂൻടെയും അവൻ അത്ര കാലം മോഷ്ടിച്ചു കൊണ്ടുപോയി കൊടുത്ത ഫോണെല്ലാം ആ മെയിൻ ബുള്ളിയുടെ റൂമിൽ പോയി എല്ലാവർക്കും തിരിച്ചെത്തിച്ചു കൊടുത്തു. അവൻ അവന്റെ പേടിയെ തന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.